കൂർക്കമ്പലി ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ് സ്ലീപ്പ് അല്ല. ഇല്ല, കൂർക്കമ്പലി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു ബ്രോക്കൺ സ്ലീപ്പാണ്. അപ്പോൾ അവരത് അറിയണില്ലെന്നേ ഉള്ളൂ, അവരുടെ ഉറക്കം വിട്ടുപോയി എന്നുള്ളത്. പക്ഷെ നമ്മൾ ഡീപ് സ്ലീപ്പിന്റെ സൈൻ ആയിട്ടാണ് കൂർക്കമ്പലിയെ കാണുന്നത്. ഡീപ് സ്ലീപ്പാണ്, പക്ഷെ അതിങ്ങനെ പയ്യെ ഈ ചിലർ കണ്ടല്ലോ കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിൽക്കും. നിന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു പോകും. ചിലപ്പോൾ അത് 60-70 താഴെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ബോഡിക്കകത്തേക്ക് ഈ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി പിടിച്ചേക്കണ പോലെയാണ്. വെള്ളത്തിനടിയിൽ മുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കം വന്നാലും ചാടി എഴുന്നേക്കില്ലേ, സെയിം തിങ് അതുപോലെ ചാടി എഴുന്നേക്കും. പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ആൾ എവേക്ക് ആവില്ല. ചിലപ്പോൾ എവേക്ക് ആവുന്നതിന് ലെവൽ വരെ തൊട്ട് താഴെ വന്നൊരാൾ പിന്നെ ഉറക്കത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നല്ല കൂർക്കം വലി ഉള്ളവർക്കൊക്കെ ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു 300 പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് സ്ലീപ്പിലേക്ക് പോയി ബ്രോ അങ്ങനെ പോകുന്നുണ്ട്. ഒരു 100-300 പ്രാവശ്യം വെച്ചെങ്കിലും പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇവരുടെ സിംറ്റം പറയുന്നത്. ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പകൽ സമയത്ത് ക്ഷീണം, പകൽ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ഇരുന്നാൽ ഉറങ്ങിപ്പോവും. ആണ് എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരുത്തിയാൽ മതി, അവിടെ ഇരുന്ന് ഉറങ്ങും. അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. ആക്സിഡന്റ് നമ്മൾ ഓർക്കണ്ട, ഈ ഹൈവേയിൽ എന്തിനാ ഈ ആക്സിഡന്റ് ഉണ്ടാവണമെന്ന്. നേരെ പോണ റോഡ് എന്തിനാണ് ഈ ലോറി റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി സൈഡിലേക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങിപ്പോകണം. എങ്ങനെ നമ്മൾ വിചാരിക്കുക എന്താ ആക്സിഡന്റ് എന്ന്? ഒറ്റ റീസണേ ഉള്ളൂ, രാത്രിയിലെ കൂർക്കം വലിയാണ് പ്രശ്നം. അപ്പോൾ പല സമയത്ത് അവർക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഈ അടുത്തിടെ ഉണ്ടായ സംഭവമാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന വണ്ടി ഈ മീഡിയൻ തകർത്താക്കുക അങ്ങേ സൈഡിൽ പോയി എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അതാണ്, രാത്രിയിലെ കൂർക്കം വലിയാണ്. അല്ലെങ്കിൽ തലേദിവസം രാത്രിയിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. സ്ലീപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോകുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം തന്നെ. അത് ഈ സ്ലീപ്പ് ഒത്തിരി നീളത്തേക്കൊന്നുമില്ല, ഒരു സെക്കൻഡ് നേരം അല്ലെങ്കിൽ ഒരു ഹാഫ് സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ. പക്ഷേ ഈ ഹാഫ് സെക്കൻഡ് നേരം കൊണ്ട് ആക്സിഡന്റ് വരും, പ്രത്യേകിച്ച് ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത്. അതാണ് ഇങ്ങനെ വരുന്ന ആക്സിഡന്റിന്റെ പ്രധാന കാരണം. കൂർക്കമ്പലിയുള്ള സ്ലീപ്പ് എഫക്റ്റീവ് അല്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ കൂർക്കമ്പലി അതിന്റെ ഒരു എക്സ്ട്രീം ഉണ്ട്. കൂർക്കമ്പലിയുടെ ഇടയ്ക്ക് ആദ്യം ഞങ്ങൾ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇടയ്ക്ക് നിൽക്കാറുണ്ടോന്ന് ചോദിക്കും. ആ ഇടയ്ക്ക് നിൽക്കും കുറച്ച് നേരത്തേക്ക്, പിന്നെ നമ്മൾ മോട്ടോർ പോലെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും കുറച്ച് നേരം നിൽക്കും. അതാണ് ഏറ്റവും അപകടം. അങ്ങനെയുള്ളവരാണ് ഡോക്ടർ പറഞ്ഞത് ഏതാണ്ട് 300 പ്രാവശ്യം വരെ അവർ ഈ ബ്രോക്കൺ സ്ലീപ്പ് വരുന്നുണ്ട് എന്നല്ലേ. അത് തന്നെയല്ല കൂടെയുള്ളവർക്കും പ്രശ്നമാണ്. കാരണം ഈ കൂർക്കമ്പലി കാരണം കൂടെയുള്ളവർക്കും ഉറങ്ങാൻ പറ്റില്ല, അവരുടെ സ്ലീപ്പ് പോകും അതിനകത്ത്. കുറെ കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ശീലവും. കുറെ കഴിയുമ്പോൾ ശീലവും. അതെ, കൂടെ കിടക്കുന്നത് കുറെ കഴിയുമ്പോൾ ശീലം. അപ്പൊ ഈ കൂർക്കമ്പലിക്ക് പിന്നെ എന്താ ട്രീറ്റ്മെന്റ്? അത് മാറ്റാൻ എന്താ ചെയ്യാ? കൂർക്കമ്പലിക്ക് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നമ്പർ 1 സംഗതി വെയിറ്റ് റിഡക്ഷൻ ഒരു പ്രധാന സംഗതിയാണ് കൂർക്കമ്പലി കുറയാനായിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ രാത്രി ലേറ്റ് നൈറ്റ് ഫുഡ് ആഹാരം കഴിക്കുന്നവർക്ക് ഹെവി മീൽസ് രാത്രി 11 മണിക്ക് കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നവർ കൂർക്കമ്പലി ഉണ്ടാവും. അതേസമയത്ത് വൈകുന്നേരത്തെ മീൽസ് സ്കിപ്പ് ചെയ്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കേട്ടിട്ടില്ല, അത്രയൊന്നും പോകണ്ട. എന്നാലും ഒരു സൺസെറ്റ് ഡിന്നർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂർ ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂർക്കമ്പലി പെട്ടെന്ന് ഒരു ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് നല്ല കുറവുണ്ടാവും. പിന്നെ ചെയ്യാവുന്ന ഒരു സംഗതി, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കണം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സംഗതി. ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതലുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുക, പിന്നെ ഹെഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക, ഹെഡിന്റെ പൊക്കി വെക്കുക. ഈ 3 പൊസിഷൻ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കൂർക്കമ്പലി കുറച്ച് കുറവുണ്ടാവും. അപ്പം ചില പേഷ്യൻസ് പറയാറുണ്ട് അവരുടെ വൈഫ് വന്ന് ഇവരുടെ തല ഇങ്ങനെ ഒന്ന് ശരിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും കൂർക്കമ്പലി സ്ട്രെച്ച് ചെയ്തിട്ട് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് സ്ട്രെച്ച് ചെയ്താൽ കുറേ കുറഞ്ഞ് കിട്ടും. ഈ 3 ട്രിക്കും നടക്കണില്ലാത്ത സിറ്റുവേഷനിലാണ് പിന്നെ നമ്മൾ ഡോക്ടറെ കാണുക. പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട്. അതിന് മാസ്ക് വെക്കുക, പിന്നെ ഈ ടീത്തിൽ തന്നെ ഒരു ഗാർഡുണ്ട്, മൗത്ത് ഗാർഡ് എന്ന സംഗതി വെക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ളവർക്കാണ് സർജറി ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് റിഡക്ഷൻ സർജറി ചെയ്താലും കുറവുണ്ടാവും. അങ്ങനെ പല ഗ്രേഡഡ് ഇതിലാണ് ചെയ്യാൻ പറ്റുക. കൂർക്കമ്പലി അത് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവോ? കൂർക്കമ്പലി വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ബോഡിയിലെ ഈ ഫൈറ്റ് ഹോർമോൺസ് ഉണ്ടല്ലോ, ഈ ഫൈറ്റ് ഹോർമോൺസ് കണ്ടമാനം സെക്രീഷൻ ഉണ്ടാവും. ബോഡിയിലെ ഓക്സിജനേഷൻ കുറഞ്ഞു പോകും. ഇത് ശരിക്കും ഒരു സ്ട്രെസ്സാണ് ബോഡിക്ക് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു വെള്ളത്തിൽ തലമുക്കി പിടിച്ചേക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഓടി കയറുമ്പോൾ നമ്മൾ കിതച്ച് ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിവിയർ എക്സേഷൻ വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാൾക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും. ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഓൾറെഡി ബ്ലോക്കുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. യെസ്,
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഹാർട്ടിനെ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പല സമയത്തും അതിനേക്കാൾ കൂടുതൽ ചുറ്റുവട്ടത്താണ് ഞങ്ങൾ നോക്കുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, ഇൻക്ലൂഡിങ് ദർ ഫാമിലി, ഇൻക്ലൂഡിങ് ദർ ജോബ്, ഇൻക്ലൂഡിങ് ദർ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, ഇൻക്ലൂഡിങ് ഈ അവരുടെ സ്ലീപ്പ്. ചിലർക്ക് അവർക്ക് ബവൽ മോഷൻസ്, ചിലർക്ക് ഈ പ്രോസ്റ്റേറ്റിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല.